വടകര സെന്റ് ജോൺ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 5, 6, 7 ക്ലാസുകളിലെ കുട്ടികളുടെ പഠനാനുബന്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മികവുത്സവം നടന്നു. വിവിധ വിഷയങ്ങളിൽ കുട്ടികളുടെ ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ പരീക്ഷണങ്ങളായും പ്രദർശനങ്ങളായും നടന്നു. 101 കുട്ടികൾ 101 കയ്യെഴുത്തു മാസിക തയ്യാറാക്കി. മികവുത്സവത്തിന്റെ ഉദ്ഘാടനം തിരുമാറാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റൈസി ടോമിച്ചൻ കയ്യെഴുത്തു മാസിക നിവേദ്യ ബിനുവിന് നൽകി നിർവഹിച്ചു. ഈ കുട്ടികളുടെ ഇതെല്ലാം കാണുമ്പോൾ ശരിക്കും മനസ്സിനൊരു ഭയങ്കര സന്തോഷം. പിള്ളേർക്ക് ഒത്തിരി കഴിവുകളുണ്ടായിരിക്കും, പക്ഷെ ആ കഴിവ് പുറത്തേക്ക് എടുക്കാനും അത് വികസിപ്പിക്കാനും ഒരു സാഹചര്യം പിള്ളേർക്ക് കിട്ടണം. ഇതിപ്പോ പിള്ളേർക്ക് മാത്രമല്ല, പേരൻസിനും ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കാന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ കിട്ടുന്ന ഒരു നല്ല ചാൻസ് ആയിട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിലും നല്ല അഭിമാനത്തോടു കൂടി നമുക്ക് പറയാം, വടകര സെന്റ് ജോൺസ് എന്ന് പറയുമ്പം ആരോടെങ്കിലും നമ്മൾ ഒരു വാക്ക് പറയണം, അവര് ഒരു 3 വാക്ക് നമ്മളോട് തിരിച്ചു പറയും. അതുപോലെ നല്ലൊരു കോർഡിനേഷനോട് കൂടി ഈ സ്കൂളിലെ കാര്യങ്ങൾ പോകുന്ന പിള്ളേരാണെങ്കിലും നല്ലപോലെ പഠിക്കുന്നുണ്ട്. വടകര സെന്റ് ജോൺസ് വിട്ടു അവരുടെ പഠിപ്പീര് +1 +2 ഒക്കെ ആണെങ്കിലും നല്ല കോച്ചിങ് ആണ്. അതുപോലെ പഠിക്കാതിരിക്കുവാണെങ്കിൽ പേരൻസിനെ വിളിക്കുക, അപ്പൊ തന്നെ ഇൻഫർമേഷൻ കൊടുക്കുക. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സ്കൂളിന്റെ ഒരു അടിസ്ഥാനമാണ്. നല്ല രീതിയിൽ പിള്ളേരെ പ്രോത്സാഹിപ്പിക്കുക. പഠനം മാത്രമല്ല, ബാക്കിയുള്ള കഴിവുകളും വളർത്തിയെടുത്ത് അവരെ നല്ലൊരു ഡിസിപ്ലിനോട് കൂടി വളർത്തുക എന്ന് പറഞ്ഞാൽ ഇവര് ശരിക്കും ഇതിന്റെ പിന്നിൽ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പൊ ഈ പിള്ളേര് തന്നെയാണേലും ഈ പുറത്ത് ഈ ഡിസ്പ്ലേ ചെയ്തേക്കണമൊക്കെ അവർക്ക് നമ്മളോടൊന്ന് പറഞ്ഞു തരാൻ ഭയങ്കര ആഗ്രഹമാണ്. അവർക്ക് ആരോടാ ഒന്ന് പറഞ്ഞു കൊടുത്ത് ഇവര് ഇതൊന്ന് മനസ്സിലാക്കി തന്നെ, അതായത് അവരത്രയും ശരിക്കും തയ്യാറെടുത്താ നിൽക്കുന്നത്. സ്കൂൾ PTA പ്രസിഡന്റ് ജെയ്മോൻ പി എബ്രാഹാം അധ്യക്ഷത വഹിച്ചു. പൂർണ്ണമായും 5, 6, 7 ക്ലാസ്സുകളിലെ കുട്ടികളുടെ കഴിവുകളെ പ്രദർശിപ്പിക്കുന്ന സർക്കാരിന്റെ ആ ഒരു നിർദ്ദേശം, ആ നിർദ്ദേശത്തോടൊപ്പം തന്നെ അതിനും വളരെ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2010 തന്നെ, ഇപ്പോൾ ഗോവൻ സാറുകൾ പറഞ്ഞു കഴിഞ്ഞു, 2010 തന്നെ വടകര സെന്റ് ജോൺസിന് ഇങ്ങനെയുള്ള പരിപാടികളെ നടന്നു തുടങ്ങിയിരുന്നു. അപ്പോൾ കുട്ടികൾ അവരുടേതായ ഒരു കഴിവുകൾ, 5, 6, 7 കുട്ടികളുടെ ക്ലാസ്സുകൾ പഠിക്കുന്ന ആ കുട്ടികളുടെ അവരുടേതായ ഒരു കഴിവുകൾ പബ്ലിക്കിന്റെ മുമ്പിലൊന്ന് പ്രദർശിപ്പിക്കുക. അതോടൊപ്പം തന്നെ അവരുടെ ഒരു കയ്യെഴുത്ത് മാസിക വളരെ ശ്രമകരമായിട്ടാണ് ഇത് നടത്തിയതെന്ന് ഞാൻ സ്പീക്കർ പറഞ്ഞു. അത് അവരുടെ പേരൻസും കുട്ടികളും കൂടി സംഘടിപ്പിച്ച ഒരു കയ്യെഴുത്ത് മാസിക, അതും വളരെ നല്ല രീതിയിൽ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞു. അധ്യാപകനായ NC വിജയകുമാർ മികവുത്സവ സന്ദേശം നൽകി. യഥാർത്ഥത്തിൽ വേണ്ടത് വായനയാണ്. കുന്നിന്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ, അതായത് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കുന്നത് എന്താണ്, അത് എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പൊ എഴുതാനും പറയാനും എഴുതാനും രചിക്കാനും ചിത്രീകരിക്കാനും ഒക്കെ കഴിയുന്ന ഒരു വലിയ കഴിവ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പുതിയ പാഠ്യപദ്ധതിയിൽ മൾട്ടിപ്പിൾ ഇന്റലിജൻസിന്, അതായത് സർവമുഖമായ പ്രതിഭകൾക്ക് സ്കിൽസിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളിലൊപ്പം വായനയോടൊപ്പം വായനയോടൊപ്പം കൊണ്ടുവന്ന് എഴുതാൻ മാത്രമുള്ളതല്ല, ചില സഹജീവികളോട് എങ്ങനെ നമുക്ക് പെരുമാറാൻ കഴിയും എന്നുള്ളതാണ്. അത് വായനയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കഥകളിലൂടെയും പാട്ടുകളിലൂടെയും ഒക്കെ കിട്ടുന്ന ചില വരികൾ, അല്ലെങ്കിൽ ചില ഓർമ്മക്കുറിപ്പുകൾ, ചില കഥാസന്ദർഭങ്ങൾ, കഥാപാത്രങ്ങളൊക്കെ അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എങ്ങനെ നമ്മൾക്ക് നല്ല പെരുമാറ്റം ഉണ്ടാകും, കൾച്ചർ ഉണ്ടാകും, ക്രിയേറ്റിവിറ്റി ഉണ്ടാകണം, ക്രിയാത്മകത. നമ്മളെപ്പോഴും ടീച്ചേഴ്സിനോടും കുട്ടികളോടൊക്കെ പറയണത് എങ്ങനെയാണ് ക്രിയാത്മകത ഉണ്ടാകുക, പുതിയ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ChatGPTയും അതുപോലെ AIയും ഒക്കെ നമ്മൾക്ക് എങ്ങനെ നമ്മുടെ പ്രവൃത്തി ജീവിതത്തിലേക്ക് എത്താൻ പറ്റും, നമ്മുടെ എഴുത്തിൽ എങ്ങനെ എത്താൻ പറ്റും, നമ്മുടെ വായനയിൽ എങ്ങനെ എത്താൻ പറ്റും. അപ്പോൾ ഈ ChatGPTയിൽ ഞാൻ ഒരു ചോദ്യം ചോദിച്ചു, വിച്ച് ബുക്ക് മോസ്റ്റ് റീഡിങ് ഇൻ ദീസ് പീരീഡ് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ അവരൊരു ബുക്കിന്റെ പേര് എടുത്തു തന്നു. ഞാൻ വീണ്ടും അടിച്ചു നോക്കുകയാണ്, ഇപ്പോഴും ആ ബുക്ക് തന്നെയാണോ എന്നുള്ളത്. ഗെസ് ഹൗ മച്ച് ഐ ലവ് യു. ഗെസ് ഹൗ മച്ച് ഐ ലവ് യു. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആ പുസ്തകം നോക്കണം. ഓഡിയോ ഉണ്ട്, യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്, നിങ്ങൾക്ക് കേൾക്കാം. എന്താണ് ഇംഗ്ലീഷ് എഴുത്തുകാരൻ ടോം ബ്രിക്നി എഴുതിയിട്ടുള്ള ഇതില്, അത് ഒരു കുഞ്ഞൻ മുയലും ഒരു അമ്മ മുയലും തമ്മിലുള്ള സംഭാഷണമാണ്. നമുക്കറിയാം, നമുക്കൊക്കെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ അമ്മയോട് ചേർന്ന് കിടക്കുന്ന ആ ഒരു ഇതുണ്ട്. അമ്മയോട് ഇന്നത്തെ കഥയൊക്കെ പറഞ്ഞ്, ഇന്ന് സാറ് വന്നിരുന്നു, ഇന്ന് ഞങ്ങളുടെ മാസിക ഉണ്ടായിരുന്നു, ധാരാളം പരീക്ഷകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ കുഞ്ഞൻ മുയൽ അവരുടെ ആ കുഞ്ഞിക്കുടിലിൽ അമ്മയോടൊപ്പം കിടന്നുറങ്ങുക. പ്രധാന അധ്യാപിക ജാൻസി ജോൺ, അധ്യാപകരായ VN ഗോപകുമാർ, ലിജി ജോൺ, സരിത മാത്യു, ശ്രീലക്ഷ്മി H, രതീഷ് മോഹനൻ എന്നിവർ സംസാരിച്ചു. ഹൈസ്കൂൾ TTI വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവർ പ്രദർശനത്തിൽ പങ്കെടുത്തു.
ഇവിടെയെങ്കിലും നല്ലൊരു കളക്ഷൻസ് ഉണ്ടായാൽ മതിയായിരുന്നു. ഹായ്, നമസ്കാരം. നമസ്കാരം. കുറച്ച് ടൈൽസ് ഒക്കെ വന്നത്. ഓക്കെ, വരൂ. എനിക്ക് നല്ല ഭംഗിയുള്ള വെറൈറ്റി ഡിസൈൻസ് ആവണം. പിന്നെ ഇമ്പോർട്ടഡ് ടൈൽസ് വേണം. ഓക്കെ. അതിനൊത്ത് ഭംഗിയുള്ള സാനിറ്ററി ഐറ്റംസും വേണം. ഇതെല്ലാം വാങ്ങുമ്പോൾ ബഡ്ജറ്റും ഫ്രണ്ട്ലി ആവണം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് യാതൊരു കോംപ്രമൈസും പാടില്ല. ഷുവർ സർ. അതെ, കറക്റ്റ് സ്ഥലത്താ വന്നേ. യാതൊരു കോംപ്രമൈസും വേണ്ട. കറക്റ്റ് സ്ഥലത്ത് വന്ന ഒരു കോംപ്രമൈസും ഇല്ല. ഹൗസ് ഓഫ് ടൈൽസ് നിങ്ങളുടെ വീടിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ടൈൽസിനും സാനിറ്ററി ഐറ്റംസിനും വിശ്വസ്തയോടു കൂടി സമീപിക്കാവുന്ന സ്ഥാപനം ഹൗസ് ഓഫ് ടൈൽസ്, കൂത്താട്ടുകുളം, കൊച്ചി. കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ. പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ, റെക്കോർഡിംഗ് ക്യാമറ, സ്പീക്കർ, LED ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ്, കീ സെൻസറിംഗ്, റിമോട്ട് കീ, സെൻട്രൽ ലോക്ക്, പവർ വിൻഡോ, റിവേഴ്സ് സെൻസർ, കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ, സീറ്റ് കവറുകൾ തുടങ്ങിയ ആക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു.